ഹലോ ഹൈ ആൻഡ് വെൽക്കം ടു ധന്യാസ് ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക സെക്കൻഡ് ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. 9th ഫസ്റ്റ് ലെസൺ, അതായത് പെയർ ഓഫ് ഇക്വേഷൻ സർവ്വസമവാക്യങ്ങൾ, ആ ലെസണിൻ്റെ സെക്കൻഡ് ആക്ടിവിറ്റി, അതായത് പേജ് നമ്പർ 14 രണ്ട് ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം, എന്നിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ദ പ്രൈസ് ഓഫ് 4 pens, അത് പേജ് നമ്പർ 14 കേട്ടോ. The price of 4 pens and 3 pencils is 66 rupees. The price of 7 pens and 3 pencils is 111 rupees. What is the price of a pen and the price of a pencil? മലയാളത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ് വില. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപയാണ് വില. ഒരു പേനയുടെ വില എത്രയാണ്, പെൻസിലിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം ചെയ്യുന്നത്. ഇവർ തന്നിരിക്കുന്നത് നമുക്കൊന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്താണ്, പെൻസിലിൻ്റെയും പെന്നിൻ്റെയും വില കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് എക്സ് ബി ദി പ്രൈസ് ഓഫ് പെൻ, പെന്നിൻ്റെ എക്സ് ആണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ വൈ ബി ദ പ്രൈസ് ഓഫ് പെൻസിൽ, പെൻസിലിൻ്റെ വിലയും വൈ ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 4 പെന്നിനും 3 പെൻസിലിനും കൂടി, അപ്പോൾ 4 പെൻ എന്ന് പറയുമ്പോൾ 4x പ്ലസ് 3 പെൻസിൽ 3y ഈക്വൽ ടു എത്ര രൂപയാണ്? 66 രൂപയാണ്. ഇനി വേറെ എന്താ പറഞ്ഞിരിക്കുന്നത്? 7 pens and 3 pencils. 7 പെൻ എന്ന് പറയുമ്പോൾ 7x പ്ലസ് 3 എത്രയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്? 3 pencils 3y ഈക്വൽ ടു എത്ര രൂപയാണ് പറഞ്ഞിരിക്കുന്നത്? 111 രൂപയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് എങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 4 പെൻസിലിനും 3 പെന്നിനും കൂടി 66 രൂപ, പിന്നെ 7 പെന്നിനും 3 പെൻസിലിനും കൂടി 111 രൂപ എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റത്തെ എക്സസൈസ് എങ്ങനെയായിരുന്നു? നമുക്ക് ഇങ്ങനെ 2 ഇക്വേഷൻ തന്നെ ഉണ്ടായിരിക്കും, 2 സർവ്വസമവാക്യങ്ങൾ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ അതിലെങ്ങനെയായിരുന്നു? ഒരു ഇക്വേഷനിൽ ഇങ്ങനെ വാല്യൂസ് ഉണ്ടാവും, പിന്നത്തത് നമുക്ക് എങ്ങനെയായിരിക്കും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 66 അല്ലെങ്കിൽ 6, അങ്ങനെ എന്തെങ്കിലും എക്സിനും വൈൻ്റെയും കൂടെ ഇങ്ങനെ നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ കണ്ടോ, എക്സിൻ്റെയും വൈൻ്റെയും കൂടെ നമ്പേഴ്സ് വരുന്നത്. നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരു ഇക്വേഷൻ ശരിക്കും ഇങ്ങനെ നമ്പേഴ്സ് ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നത്തെ ഇക്വേഷനിൽ എങ്ങനെയായിരിക്കും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും? എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 6 - 5 എന്ന് കണ്ടുപിടിക്കും. ഈ സംഭവം എടുത്തിട്ട് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യും, എന്നിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്തിരുന്നത്. ഇവിടെ അങ്ങനത്തെ പരിപാടി ഇല്ല, കാരണം ഇതിൽ രണ്ടിലും എക്സിൻ്റെയും വൈൻ്റെയും കൂടെ വേറെ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കി നോക്കും. 4x plus 3y equal to 66. 7x plus 3y, കണ്ടോ, ഇവിടെയും 3y കിടക്കുന്നുണ്ട്, ഇവിടെയും സെയിം നമ്പർ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ രണ്ടിനും 2 ഇക്വേഷൻസ് ആയി എടുത്തിട്ട് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിനെ ഇക്വേഷൻ ആയിട്ട് ഞാൻ എടുക്കാൻ പോവാണ്. എങ്ങനെ എടുക്കാം? 4x plus 3y equal to 66. ഓക്കെ, 7x plus 3y equal to 111 അങ്ങനെ എഴുതി. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്നും ഇതിനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എന്നും നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഒന്നല്ലെങ്കിൽ വൈ ഫുള്ള് കട്ട് ചെയ്ത് പോകണം, അല്ലെങ്കിൽ എക്സ് ഫുള്ള് കട്ട് ചെയ്ത് പോയാലാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ രണ്ടിടത്തും ശരിക്കും സെയിം നമ്പേഴ്സാണ് ഉള്ളത്. ഇവിടെയും 3y, ഇവിടെയും 3y. ഇതിനെ കട്ട് ചെയ്ത് പോകണമെങ്കിൽ എന്ത് വേണം? ഒരു പ്ലസ് ആവണം, ഒരു മൈനസ് ആവണം, അല്ലേ? അപ്പോൾ ഒരു +3 -3 വരുമ്പോഴല്ലേ നമുക്ക് 0 വരുള്ളൂ, അല്ലേ? അങ്ങനെയല്ല, ഒരു പ്ലസും ഒരു മൈനസും വന്നാലാണ് നമുക്ക് 0 കിട്ടുള്ളൂ. അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ ആ ടേമിനെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇവിടെ എന്താവണം? ഇവിടെ +3 ഉള്ളത് ഇവിടെ എന്തായിരിക്കണം? -3 വന്നാലാണ് നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1ൽ നിന്നുള്ള ഇക്വേഷൻ 1 - 2 സെക്കൻഡ് ഇക്വേഷനെ മൈനസ് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് ഇതിനെ മൈനസ് ചെയ്യാൻ പറ്റുക? ഇതിൻ്റെ സൈൻസ് ഫുള്ള് ചേഞ്ച് ചെയ്യാം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ ആഡ് ചെയ്യണ പോലെ ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 1 - 2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? സൈൻ ചേഞ്ച് ചെയ്യണം. ഇവിടെ അപ്പോൾ 7x എന്നുള്ളത് -7x ആവും, +3y എന്നുള്ളത് -3y ആവും,
പ്ലസ് 111 എന്നുള്ളത് -111 ആവും. ഓക്കെ, ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്? ഇവിടെ എന്താണ്, ഒരു പ്ലസും ഒരു മൈനസും കണ്ടോ, ഇവിടെ മൈനസായി മാറിയിട്ടാ. ഒരു പ്ലസ് ഒരു മൈനസും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടും. അപ്പൊ ഇവിടെ 7 - 4 എന്ന് പറയുമ്പോൾ 3x കിട്ടി. വലുത് എന്ന് പറയുന്നത് 7 ആണ്, അതിന്റെ സൈൻ എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പൊ -3x = എന്ത് എഴുതാൻ പറ്റും? ഇവിടെ പ്ലസും ഇവിടെ മൈനസ് ആണ് കിടക്കുന്നത്. അപ്പൊ ഇതിനെ രണ്ടുപേരും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പ്ലസും മൈനസും കൂടി വന്നു കഴിഞ്ഞാൽ 0 ആണ് അല്ലെ, സെയിം ടൈം ആണ്. 3y-ഉം 3y-ഉം, ഒരു +3y ഒരു -3y ക്യാൻസൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മൈനസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് എന്താണ്? ഇവിടെ +66ഉം ഇവിടെ മൈനസും. അപ്പോൾ ഒരു 111 - 66 എത്രയാണ് കിട്ടുക? 5 കിട്ടും. ഇവിടെ 0 ആയിരിക്കും. 45 അല്ലേ, 10ഉം 45 കിട്ടും. ഓക്കെ, ഇനി എന്ത് 45 ആണ് കിട്ടുക? ഇവിടെ 111ന്റെ സൈൻ എന്താണ്? മൈനസിലാണ് കിടക്കുന്നത്. ഇവിടെ -45 വരും. ക്ലിയർ? ഇനി എന്താണ് സാധാരണ ചെയ്യുന്ന പോലെ x = -45 അതുപോലെ എഴുതി. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനത്തിലാണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവിഷൻ ഹരണമായി മാറും. ഡിവൈഡഡ് ബൈ -3 = 3. 4ൽ 1 ടൈം ബാലൻസ് 1, 15ൽ 5 ടൈംസ്. രണ്ടും മൈനസ് ആണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അപ്പൊ x = നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. ക്ലിയർ ആയോ പറഞ്ഞത്? ആദ്യം തന്നെ ആ 2 ടേമുകൾ വന്നു. 2 ടേമുകൾ വരുമ്പോൾ ഇത് രണ്ടും സെയിം സൈൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിഫറെൻറ്റ് സൈൻ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യണം. സൈൻ ചേഞ്ച് ചെയ്യേണ്ട കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി മൈനസ്, ഇവിടെ ഇതിന് പകരം ഇപ്പോൾ 4x + 3y = 66ഉം 7x - 3y = 111 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ഇതിനെ ആഡ് ചെയ്താൽ മതി. കാരണം ഇത് പ്ലസ്സിലും ഇത് മൈനസാണ് കിടക്കുന്നത്. ഇത് ക്യാൻസൽ ചെയ്ത് പോവുള്ളൂ. അപ്പം നമുക്ക് ഇത് മൈനസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളപ്പോൾ എന്ത് എഴുതും? 1 + 2 എന്ന് ഡയറക്റ്റ്ലി എഴുതും. ഓക്കെ, ഇതാകുമ്പോൾ ഇത് രണ്ടും സെയിം സൈൻ ആയ കാരണം കൊണ്ട് സൈൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ള കാരണം കൊണ്ടാണ് നമ്മൾ അതിനെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ? ഇനി അപ്പോൾ x = 15 കിട്ടി. x = 15 കിട്ടി കഴിഞ്ഞാൽ മറ്റുള്ളത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് കൊടുത്താൽ മതി. ആദ്യത്തെ ഇക്വേഷൻ തന്നെ എടുക്കാം. 4x + 3y. അപ്പോൾ 4 × 15 + 3y = എത്ര കിട്ടി? 66 കിട്ടി. ഇനി 4 × 15 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? എന്താ 4 × 15 എന്ന് പറയുമ്പോൾ 20 ബാലൻസ് 2 60 കിട്ടി. 60 + 3y = 66. 3y = 66 - 60. Okay, 3y = 6. Therefore y = 6/3 = 2. Okay, അപ്പോൾ നമുക്ക് എന്ത് കാണുന്നില്ല അല്ലേ? അപ്പോൾ therefore y = 2 കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ x = നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. y = 2 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതൊരു ലാസ്റ്റത്തെ ആക്ടിവിറ്റിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു ആക്ടിവിറ്റിയാണ്. അതായത് 2 ടേമിനും അത് നമ്പേഴ്സ് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ആൽജിബ്രയുടെ കൂടെ നമ്പേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഈ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഈ പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ഒന്നുകൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ചെയ്ത് നോക്കിയതാ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 cm. Another rectangle with twice the length and thrice the breadth has perimeter 62 cm. What are the length and breadth? നമുക്ക് മലയാളത്തിൽ ഒന്ന് റീഡ് ചെയ്യാം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങ് വീതി ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങും ആക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെന്റിമീറ്റർ ആയി. ആദ്യത്തെ ചതുരത്തിന്റെ
നീളവും വീതിയും എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ, അതായത് ചുറ്റളവാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ഒരു ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എത്രയാണ്? 26 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചതുരം നമ്മൾ വരച്ചു, അതിന്റെ ചുറ്റളവ് എത്രയാണ്? 26 സെന്റിമീറ്ററും 26 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം തന്നെ അതിന്റെ പെരിമീറ്ററിന്റെ എന്താണ് ഫോർമുല വരുന്നത്? ചതുരത്തിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × ലെങ്ത് L + B അല്ലെ. 2 × L + B. L എന്ന് പറയുന്നത് ലെങ്ത്, ബി എന്ന് പറയുന്നത് ബ്രെഡ്ത്ത്, അതായത് നീളവും വീതിയും. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ലെറ്റ് നമ്മൾ ഫസ്റ്റ് എക്സസൈസിൽ ചെയ്ത പോലെ ലെറ്റ് എക്സ് ബി ദി ലെങ്ത്. ഓക്കെ, അതുപോലെ തന്നെ വൈ ബി ദി ബ്രെഡ്ത്ത്, അതായത് ലെങ്ത് എന്നുള്ളടത്ത് നീളം എന്നും ബ്രെഡ്ത്ത് എന്നുള്ളടത്ത് വീതി എന്ന് എടുക്കാം. അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L + B, അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതായത് നീളം പ്ലസ് വീതി. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അത് പെരിമീറ്റർ എത്രയാണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്? 26 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 26 = 2 × ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വൈ ആണ്, ഈക്വൽ ടു 26 ഇനി ബ്രാക്കറ്റിനെ ഒന്ന് നമുക്ക് മാറ്റാം. 2 × x 2x പ്ലസ് 2 × y എന്ന് പറയുന്നത് 2y ആണ്. അപ്പൊ ആദ്യത്തെ നമുക്ക് നമ്മുടെ ഇക്വേഷൻ സർവ്വസമവാക്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തത് എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? അനദർ റെക്ടാങ്കിൾ വിത്ത് ട്വൈസ് ദ ബ്രെഡ്ത്ത് ആൻഡ് ത്രൈസ് ദ ലെങ്ത് ആൻഡ് ത്രൈസ് ദ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് പെരിമീറ്റർ 62 സെന്റിമീറ്റർ ആണ്. അതായത് വേറൊരു ചതുരത്തിന്റെ 2 മടങ്ങും നീളം 2 മടങ്ങും വീതി 3 മടങ്ങും മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെന്റിമീറ്റർ ആണ്. അതായത് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? അനദർ റെക്ടാങ്കിൾ വിത്ത് ട്വൈസ് ദ ബ്രെഡ്ത്ത് നമ്മൾ ട്വൈസ് ദി ലെങ്ത് നമ്മൾ എക്സ് ആണ് എടുത്തത്, അതിനെ 2 മടങ്ങായി, ട്വൈസ് ആയി. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈ ആണ് എടുത്തത്, അത് 3y ആയി. അങ്ങനെയായപ്പോൾ അതിന്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയായി? 62 സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറ്റും? അടുത്ത ഒരു ചതുരം, അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 62 ആയി. എങ്ങനെ വന്നപ്പോഴാണ്? അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2x ആയി മാറി. അപ്പൊ ഇവിടുത്തെ അതേ അപ്പൊ 2 × ലെങ്ത് എന്ന് പറയുന്നത് 2x ആയി. അതുപോലെ തന്നെ ഈ ബ്രെഡ്ത്ത് വീതി എന്ന് പറയുന്നത് എത്രയായി? 3y ആയി. കണ്ടോ, ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി നമുക്കിത് സോൾവ് ചെയ്തൂടെ? എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം തന്നെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. 62 = 2 × 2x എന്ന് പറയുന്നത് 4x പ്ലസ് 2 × 3y എന്ന് പറയുന്നത് 6y. അപ്പം നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഏതൊക്കെയാണ് കിട്ടിയത്? ഒന്ന് 2x + 2y = 26 കിട്ടി. പിന്നത്തത് എന്ത് കിട്ടി? 4x + 6y = 4x + 6y = എന്തായി? 62 എന്നും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം, ഇവിടെ എന്താണ്? ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2x = 2x + 2y എന്നും കിട്ടി. അതുപോലെ തന്നെ 62 = 4x + 6y എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സിന്റെയും വൈന്റെയും നോക്കാം. ഇവിടെ x എന്ന് പറഞ്ഞിട്ട് 4x ആണ്, ഇവിടെ x എന്ന് പറഞ്ഞിട്ട് 2x ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്ന് പറഞ്ഞിട്ട് 6y ആണെങ്കിൽ ഇവിടെ എന്തെന്ന് പറഞ്ഞിട്ട് 2y ആണ്. അപ്പൊ രണ്ടും സെയിം ആയിട്ടുള്ളത് ഇല്ല, നമ്മുടെ ഈ ഇക്വേഷനിൽ രണ്ടും സെയിം അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ സെയിം ആയാലാണ് നമുക്ക് അതിനെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഈ എന്താ ഉള്ളത്? 4x ആണുള്ളത്. അപ്പൊ ഇവിടെ 4x ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ 1 ആണ്. ഈ 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് പറ്റും? ഇവിടെ 4x ആയി മാറും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, y-നെ ഈക്വൽ ആക്കാം. ഇപ്പൊ ഇവിടെ 6y ആണ് ഉള്ളത് അല്ലെ, 6y ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ 2y-നെ എന്ത് ചെയ്താൽ മതി? 6y ആക്കിയാൽ മതി. അപ്പൊ 2 × 3 ചെയ്താലാണ് നമുക്ക് 6 ആവാം അല്ലെ. അപ്പൊ വേണമെങ്കിൽ 1 × 3 എന്ന് ആക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. x-നെയോ y-നെയോ സെയിം വാല്യൂ ആക്കണം എന്ന് മാത്രം.
അപ്പോൾ നമുക്ക് ഇവിടെ ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഈ 2 കൊണ്ട് എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലാണ്ട് ഈ ഒരു ഇതിനെ മാത്രമല്ല, എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 2 × 26 എന്ന് പറയുന്നത് എത്രയാണ്? 52. 52 ഈക്വൽ ടു 2x × 2 എന്ന് പറയുന്നത് 4x, 2y × 2 എന്ന് പറയുന്നത് പ്ലസ് 4y ആണ്. കിട്ടിയില്ലോ? അപ്പം ഞാൻ ഒന്നുകൂടി ഇതിനെ ഒന്ന് ശരിക്കും എഴുതാം. 4x + 4y ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 52 കിട്ടി. ഓക്കെ, ഇനി ഇവിടെയുള്ള ഇക്വേഷൻ ഏതാണ്? അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതി. ഇത് 1 ആയിരുന്നു, 1ൻ്റെ കൂടെ ഇൻറ്റു ചെയ്തപ്പോൾ 1 പോയി, ഇപ്പോൾ 3 ആയി മാറി. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 4x + 6y ഈക്വൽ ടു 62 കിട്ടി. അത് നമ്മുടെ പണ്ടത്തെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2 തന്നെ ഇവിടെ നമ്മൾ 2 എഴുതി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു ടേമിനെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 4x ഇവിടെ 4x സെയിം ആണ്. അപ്പോൾ ഇതിനെയാണ് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുക. കട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു പ്ലസും ഒരു മൈനസ് ആയാൽ മാത്രമാണ് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലസ് ഒരു മൈനസ്, ഇതിനെ മൈനസ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇതിനെ മൈനസ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? 3 - 2. ഈ മൈനസ് ചെയ്യുമ്പോൾ എന്താണ്? ഈ സൈനുകളൊക്കെ ചേഞ്ച് ആവും. ഇവിടെ എന്ത് സൈനാണുള്ളത്? പ്ലസ് സൈനാണുള്ളത്, അപ്പോൾ ഇത് മൈനസ് ആയി മാറും. ഇവിടെ പ്ലസ് സൈനാണുള്ളത്, അപ്പോൾ ഇത് മൈനസ് ആയി മാറും. ഇവിടെയും പ്ലസ് സൈനാണ്, അപ്പോൾ ഇത് മൈനസ് ആയി മാറും. ഇനി നമുക്കിത് ശരിക്കും നമുക്ക് ചെയ്യാം. അപ്പോൾ +4x ഉം -4x ഉം ഇത് ചെയ്തു. ഇനി ഇവിടെ എന്താണ്? +4ഉം -6ഉം, അല്ലെ? ഒരു പ്ലസും ഒരു മൈനസും. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. 6 - 4 എന്ന് പറയുന്നത് 2 ആണ്, 2y ആണ്. വലുതിൻ്റെ സൈൻ 6ൻ്റെ സൈൻ, അപ്പം -2y ഈക്വൽ ടു ഇവിടെയും ഇതുപോലെ ഒരു പ്ലസും ഒരു മൈനസും വന്നു. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ 62 - 52 10 ആണ്. വലുതിൻ്റെ സൈൻ മൈനസ് ആണ്, -10. ക്ലിയർ? അപ്പോൾ y ഈക്വൽ ടു -10/- 2 ഈക്വൽ ടു 5, അല്ലേ? 2 10ൽ 5 ടൈംസ്, രണ്ടും മൈനസ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് +5 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ y ഈക്വൽ ടു 5 കിട്ടി. ഇനി നമുക്ക് x കണ്ടുപിടിച്ചൂടെ? ഏതെങ്കിലും ഒരു ടേമിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ടേമിൽ തന്നെ കൊടുക്കാം. 62 ഈക്വൽ ടു 4x + 6y എന്നുള്ള ആ ടേമിൽ തന്നെ കൊടുക്കാം. എങ്ങനെ ചെയ്യാൻ പറ്റും? 62 ഈക്വൽ ടു 4x + 6y എന്ന് പറയുമ്പോൾ 6 × 5, അതായത് 30. 62 - 30 ഈക്വൽ ടു 4x ഈക്വൽ ടു 32 ഈക്വൽ ടു 4x. അതിനെ ഒന്നുകൂടി ഞാൻ തിരിച്ചെഴുതാണ്. 4x ഈക്വൽ ടു 32, x ഈക്വൽ ടു 32/4 ഈക്വൽ ടു 8, അല്ല? ഇത് 8 ടൈംസ് ആണ് പോവുക. x ഈക്വൽ ടു 8. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ഫസ്റ്റ് ട്രയാങ്കിൾ? ആദ്യത്തെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ആദ്യത്തെ ട്രയാങ്കിൾ നമ്മുടെ എക്സും വൈ ആയിരുന്നു. പിന്നെ വന്നതാണ് 2x ഉം 3y ഉം. അപ്പോൾ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാനാണ്? ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, അതായത് നീളവും വീതിയുമാണ് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് ഈക്വൽ ടു 8 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ബ്രെഡ്ത്ത് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അതായത് നീളം എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് ഇനി ഈ ആക്ടിവിറ്റി കഴിഞ്ഞു. അടുത്ത ആക്ടിവിറ്റി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ബൈ.